കഴിഞ്ഞ വീഡിയോ നമ്മൾ രജിസ്ട്രേഷൻ്റെ വീഡിയോ ആണ് ചെയ്തത്, രജിസ്റ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത് ലോഗിനാണ്. ഓൾറെഡി ലോഗിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഡെക്സ് പോയിട്ട് നമുക്ക് ലോഗിന്, ഇൻഡെക്സ് അല്ല, URLs പോയിട്ട് നമുക്ക് ലോഗിൻ്റെ അടുത്ത് ക്രിയേറ്റ് ചെയ്യാം. പാത്ത് അതാണ്, കോപ്പി ചെയ്താൽ മതി. ലോഗിൻ വ്യൂവിൽ നമ്മൾ ലോഗിൻ എന്നുള്ള എന്താ കാണിക്കുന്നത്, എവിടെയെങ്കിലും എറർ അടിച്ചിട്ടുണ്ടോ? വ്യൂസിൽ പോവാ, ഡിഫൈൻ ചെയ്യാം ലോഗിൻ റിക്വസ്റ്റ്. login.html. ഓക്കെ, ലോഗിൻ നമ്മൾ ചെയ്തു. ലോഗിൻ്റെ /login കൊടുത്ത ലോഗിനിക്ക് പോകണം. അപ്പം നമ്മളിപ്പോൾ ചെയ്യാം. ഒന്നും കൊടുത്തിട്ടില്ല, അതാണ് കാണാത്തത്. ലോഗിൻ്റെ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമുക്കൊരു ഫോം ക്രിയേറ്റ് ചെയ്യണം ലോഗിന് വേണ്ടി. ഓൾറെഡി നമ്മൾ ലോഗിൻ്റെ ഫോമുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് യൂസർ നെയിമും പാസ്വേഡാണല്ലോ വേണ്ടത്. അതായത് യൂസർ നെയിമും പാസ്വേഡും അത് വെച്ച് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന പാസ്വേഡ് നമ്മളെ വ്യൂക്ക് കൊടുത്തിട്ട് ഗെറ്റ് ചെയ്യണം. ഗെറ്റ് ചെയ്തിട്ട് അത് ഓത് വെച്ച് ചെക്ക് ചെയ്യണം. അത്ര തന്നെ ഉള്ളൂ നമുക്കിവിടെ. ഫസ്റ്റ് CSRF ടോക്കൺ കൊടുത്തു. അത് റിക്വസ്റ്റ് മെത്തേഡ് സ്കൂളിൽ പോസ്റ്റ് ആണെങ്കിൽ ആ പോസ്റ്റാണ്. അപ്പോൾ CSRF ടോക്കൺ ആണ് ഓൾറെഡി ഇതുള്ളത്. അത് സെക്യൂർഡ് ആക്കാൻ വേണ്ടിയാണ്. പിന്നെ യൂസർ നെയിം ഗെറ്റ് ചെയ്തു. നെയിം വെച്ചിട്ടാണ് ക്ലയൻറ്റ് സർവർ സൈഡിൽ എടുക്കുന്നത്, എടുത്തു. ക്ലയൻറ്റ് സൈഡ് ID ആണ്. പിന്നെ പാസ്വേഡും ഗെറ്റ് ചെയ്തു. നമുക്ക് വ്യൂക്ക് വരാം. അതിൻ്റെ ഫംഗ്ഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഓതിൽ പോവാം. യൂസർ ലോഗിൻ്റെ ഓതുണ്ട് ഇവിടെ. എന്തിനാണ് ഈ യൂസർ ലോഗിൻ എന്ന് എഴുതി വെച്ചത് എന്താ വെച്ചാൽ, ലോഗിൻ തമ്മിൽ കോൺഫ്ലിക്റ്റ് ആവേണ്ട കരുതിയിട്ടാണ് ഇത് എഴുതിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ വ്യൂവിൽ വരിക, കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ റിക്വസ്റ്റ് മെത്തേഡ് സ്കിൽ പോസ്റ്റ് ആണെങ്കിൽ അപ്പോൾ യൂസർ നെയിം ഗെറ്റ് ചെയ്തു. അതായത് ആ ഇൻപുട്ട് ഫീൽഡിൽ നിന്ന് യൂസർ നെയിം ഗെറ്റ് ചെയ്തു. ഒതൻറ്റിക്കേഷൻ ചെക്ക് ചെയ്തു. എന്നിട്ട് സക്സസ് ആണെങ്കിൽ വെൽക്കം യൂസർ നെയിം വരണം.
എൽസ് ആണെങ്കിൽ റിക്വസ്റ്റ് ഇൻവാലിഡ് യൂസർ നെയിം എന്ന് വരണം. അത്രേ ഉള്ളൂ ഈ ഒരു കോഡിൽ. നമുക്ക് നോക്കാം. പാസ്വേഡ് നമുക്ക് അറിയോ? അല്ല. അപ്പം നമുക്ക് ഇൻഡെക്സ് പോയിട്ട് എല്ലാ പേജും കൂടി ഒന്നിക്കാണ് നമുക്ക് ഉണ്ടാക്കാം. ലോഗിൻ കൊടുത്തു. H2 register. H3 goat. നമ്മളെ രജിസ്റ്റർ പേജ് പോവാം. രജിസ്റ്റർ പേജ് ഇങ്ങനെ അടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ കമൻറ്റ് ചെയ്തൊരു സംഭവം ഉണ്ടാവും. HRFൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതണം. നമ്മളിതിക്ക് പോകണമെങ്കിൽ, ലോഗിനിക്ക് പോകണമെങ്കിൽ. ലോഗിന് രജിസ്റ്റർ ലോഗൗട്ട്. രജിസ്റ്റർ ലോഗൗട്ട്. ഇനി നമ്മളെ URL പോവാ. രജിസ്റ്റർ ലോഗൗട്ടിൻ്റെ ഫംഗ്ഷൻ നമ്മൾ URLs ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. രജിസ്റ്റർക്ക് പോയി. നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ഒന്ന് കൊടുത്തു നോക്കാം. വെൽക്കം ബാക്ക്. ഈ ലോഗൗട്ടിൻ്റെ കാര്യം നമ്മൾ ചെയ്യാം. ലോഗൗട്ടിന് സിമ്പിളായിട്ട് നമുക്ക് ലോഗൗട്ട് ചെയ്തെടുക്കാം. നേരത്തെ പോലെ തന്നെ ലോഗൗട്ടിന് ഒരു ഇത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. URL ലോഗൗട്ടിനൊരു വ്യൂസിൽ ലോഗൗട്ടിൻ്റെ കാര്യം എഴുതാം. ഓക്കെ, ലോഗൗട്ടിൻ്റെ ഇത്രേ ഉള്ളൂ. ഓൾറെഡി ലോഗൗട്ട് എന്നുള്ളൊരു ഇത് നമ്മളെ ജാങ്കോയിലുണ്ട്, അതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. ഇത്ര സിമ്പിളായിട്ട് കോഡ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ PHP-യിലൊക്കെ ആണെങ്കിൽ എന്തൊരു ഗതികേടിൽ കോഡ് ചെയ്യണം. ഇതൊക്കെ സിമ്പിളായില്ലേ. ഇത്രേ ഉള്ളൂ നമ്മളെ ലോഗൗട്ടിൻ്റെ കാര്യം. ബാക്ക് അടിക്കാം. ലോഗൗട്ട് നമ്മൾ ഓൺ ആക്കിയിട്ടില്ലല്ലേ. ലോഗൗട്ട്
യു ഹാവ് ബീൻ ലോഗ് ഔട്ട്, അതായത് ഈ ഒരു പേജിലേക്ക് വന്നു. അപ്പോൾ ലോഗിന്, രജിസ്റ്റർ, ലോഗൗട്ട് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ട്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക, അപ്പോൾ നമ്മൾ പറഞ്ഞുതരാം. ഇതൊന്ന് നോക്കുക, അതിനനുസരിച്ച് ചെയ്യാം. അഡ്വാൻസ് ലെവലിൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇതിലില്ല. ജാങ്കോയിൽ ഡിഫോൾട്ടായിട്ട് പല കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഈ സംഭവം ചെയ്തത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതൊന്നും കൂടി നമ്മളൊന്ന് ഭംഗിയാക്കണം. നമ്മൾ അടുത്ത വീഡിയോയിലൂടെ അത് ഭംഗിയാക്കാൻ പോവാണ്. GPTൻ്റെയും ഗ്രോക്കിൻ്റെ സഹായത്തോടെ നമ്മൾ ഭംഗിയാക്കുകയാണ് CSS യൂസ് ചെയ്തിട്ട്. അടുത്ത വീഡിയോ അതിൻ്റെയാണ്. അപ്പോൾ ChatGPT അക്കൗണ്ട് ഉണ്ടില്ലെങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കിയേക്കാം. നമ്മളിപ്പോൾ GPT യൂസ് ചെയ്യുന്ന വലിയ തെറ്റുള്ള കാര്യമൊന്നുമില്ല. നമ്മളെ സമയം കുറച്ചും കൂടി സ്പീഡാക്കാൻ വേണ്ടിയാണ് ChatGPT അതേപോലത്തെ AI നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിനെക്കുറിച്ചൊരു ചിന്ത, ഒരറിവ് വേണം, പിന്നെ നമുക്ക് പണിയാവും. ഓക്കെ, അപ്പോൾ ഗൈസ് അടുത്തതിൽ നമുക്ക് ഇതൊന്ന് CSS ചെയ്തിട്ട് ഒന്നും കൂടി അഡ്വാൻസ് ലെവലാക്കാം. ഓക്കെ, അപ്പോൾ ബൈ.